ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സ്നേക്ക് പാറ്റേൺ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് സ്നേക്കിൻ്റെ സ്ക്വയർ പാറ്റേൺ ഉണ്ട്, സ്നേക്കിൻ്റെ തന്നെ ഇങ്ങനെ ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ട്. അത് രണ്ടും ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് ആദ്യം നമുക്ക് ഈ ഒരു പാറ്റേൺ, അതായത് സ്നേക്കിൻ്റെ സ്ക്വയർ പാറ്റേൺ ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ട ഒരു ബേസ് ഈ ഒരു പാറ്റേൺ പ്രിൻറ്റ് ചെയ്യാൻ അറിയണം. ഓക്കെ, അത് അറിയുന്ന ഒരാൾക്ക് ഈ ഒരു പാറ്റേൺ പ്രിൻറ്റ് ചെയ്യാൻ അതിൻ്റെ അകത്തുനിന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ സിമ്പിളായിട്ട് പറ്റും. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു പാറ്റേൺ സോൾവ് ചെയ്യാൻ. ഓക്കെ, അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് 3x3 സ്ക്വയർ ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെയാണ് ഇപ്പം ചെയ്യുക. എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻറ്റ് ഐയും ജെയും നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഒരു n = 3 നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഫോർ ലൂപ്പ് ജസ്റ്റ് i = 1 തൊട്ട് i > n വരെ i ++. സ്ക്വയർ പ്രിൻറ്റ് ചെയ്യുന്ന കൂടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ കൊടുക്കണം. j > n വരെ j + d പ്രിൻ്റ് %d, ഇനിയിപ്പോൾ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ട, ഞാൻ ഇവിടെ വെറുതെ ഒരു i j ഒക്കെ കൊടുക്കുന്നുണ്ട്, വെറുതെയാണ്. ഓക്കെ, പ്രിൻ്റ് എഫിൻ്റെ അകത്ത് ഒരു സ്ലാഷ് ആണ്. ഇത് സ്ക്വയർ പ്രിൻറ്റ് ചെയ്യുന്ന കൂടെ, ഇത് അറിയാത്തവർ ആ ഒരു വീഡിയോ വാച്ച് ചെയ്താൽ മതി. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് ഇട്ടോളൂ. ഓക്കെ, ഇവിടെ 1 2 3 1 2 3 എന്ന് ഒറ്റ പ്രിൻ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോഡിലേക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ ഇവിടെ i + j ചെയ്താൽ ഇവിടെ കിട്ടുമോ നോക്കിയാൽ ഈ 2 റോയിലും നമുക്ക് കിട്ടുന്നതായിരിക്കും ആൻസർ. പക്ഷെ ഇവിടെ നോക്കിയാൽ i + j എടുത്താൽ 3 + 1, അതായത് i ഇവിടെ 3 ആണ്, ഈ ഒരു കാര്യത്തിൽ j എന്ന് വെച്ചാൽ 1 ആണ്. 3 + 1 4. അപ്പോൾ ഈ റോ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ i + j നമുക്ക് ഇവിടെ ഉപയോഗിക്കാനാവില്ല. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിവിടെ ഒരു വേരിയബിളും കൂടി അസൈൻ ചെയ്യുന്നു. k അസൈൻ 1 തൊട്ടിട്ടാണ് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇവിടെ k കൊടുക്കുന്നു, ഇത് k ++, ഇത് റൺ ചെയ്യുന്നു. ഇത് 1 2 3 4 5 6 7 8 9 അങ്ങനെ പ്രിൻ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ കിട്ടി. ഓക്കെ, k ++ കൊടുത്താൽ ഈ ഒരു ലൂപ്പ് ഇങ്ങനെ വർക്കാകുമ്പോൾ കൂടിക്കൊണ്ടിരിക്കും, അതിന് വേണ്ടി കൊടുക്കാൻ k ++. ഈ ഒരു ഇതാണ് നമുക്ക് ഈ ഒരു കോഡിൽ നിന്നാണ് ഈ ഒരു പാറ്റേൺ ഞാൻ ബിൽഡ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇത് നിങ്ങൾ അനുകരിക്കൊന്നും വേണ്ട. ഓക്കെ, നിങ്ങൾ വേറെ തന്നെ ചെയ്തോ. ഇപ്പോൾ ഇനി ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഫസ്റ്റ് റോ ഇത് തന്നെയാണ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് റോ ഈസ് സെയിം, പക്ഷേ ഈ സെക്കൻഡ് റോ മാറണം. ഓക്കെ, സെക്കൻഡ് റോ മാത്രമല്ല, അതൊക്കെ 6 1 2 3 4 5 6 7 8 9. ഓക്കെ, ഈ ഒരു സെക്കൻഡ് റോ മാത്രമേ നമുക്ക് മാറ്റേണ്ടത് ഇതിൻ്റെ അകത്ത്. അത് എങ്ങനെ കോഡ് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇത് 1, എൻ്റെ എണ്ണത്തിൽ ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ. അപ്പോൾ ഈ ഞാൻ കണ്ടീഷൻ ഇവിടെ കൊടുക്കാൻ പോകും. ബോഡി ആദ്യം ലൂപ്പിന് ഞാൻ കൊടുക്കുന്നുണ്ട്, എന്നിട്ട് കണ്ടീഷൻ കൊടുക്കുന്നു. ഇഫ് i റോ അല്ലേ വയ്ക്കേണ്ടത്, റോ ഇവണാണോ ഓടാണോ ചെക്ക് ചെയ്യാം. പക്ഷെ എനിക്ക് ഇവിടെ ഓഡ് റോനെയാണ് ആവശ്യം. ഓക്കെ, ഓടല്ല, ഇവൻ റോനെയാണ് എനിക്കിവിടെ ആവശ്യം. 0 കൊടുക്കണം. ഈ സെക്കൻഡ് റോനെയല്ല മാറ്റം വരുത്തേണ്ടത്, അതിന് മാറ്റം വരുത്തേണ്ടതും കൂടി നമുക്ക് നോക്കാനുണ്ട്. ഇവിടെ ഞാൻ എൽസ് കൊടുക്കുന്നുണ്ട്. എൽസ് ആകുമ്പോൾ ഇത് വർക്കായിക്കോട്ടെ. എൽസ് അല്ലെങ്കിൽ എന്ന വർക്കാണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ ഒന്ന് നോക്കി 1 2 3, പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന 6 ആണ്, ഇവിടെ 4ൽ അവസാനിച്ചിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന 7 ആണ്. ഓക്കെ, ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നോക്കുക, ലാസ്റ്റ് കെയിലുള്ള വാല്യൂ 3, ആ 3-നപ്പുറം 3 കൂട്ടിയാലല്ലേ 6 വരിക അല്ലേ.
അതുപോലെ ഈ 4ൻ്റെ ഒപ്പം 3 കൂട്ടിയാൽ 7 അല്ലേ, ആ ഒരു വിധത്തിലാണ് ഈ കോഡ് വരുന്നത്. അപ്പോൾ ഈ ലൂപ്പ് വർക്കായി പോയി കഴിയുന്ന ടൈമിന് എത്ര കൂട്ടണം? 3 കൂട്ടണം. കെൻ്റെ വാല്യൂ 3 കൂട്ടി കൊടുക്കണം ഇവിടുന്ന്. ആ ഒരു പരിപാടി ഇവിടെ ചെയ്യാനുണ്ട്. ഇനി എന്തൊക്കെ മാറ്റം ഇതിൽ വരുത്തണം എന്ന് വെച്ചാൽ കെ പ്ലസ് പ്ലസ് കൊടുക്കരുത്, ഇവിടെ പ്ലസ് പ്ലസ് കൊടുക്കരുത്. കെ അസൈൻ 0 കൊടുത്തിട്ട് ഈ കെ പ്ലസ് പ്ലസ് മുകളിലാക്കണം. ഇവിടെ കെ കൊടുക്കുക. അതെന്തിനാണ് ഇപ്പോൾ പറഞ്ഞത്. അത് ഇവിടെ കണ്ടീഷൻ കൊടുക്കാതെ കേട്ടോ, ഓർമ്മയില്ല. അതായത് ഇപ്പം ഞാൻ കെ പ്ലസ് പ്ലസ് മേലെ കൊടുക്കുന്നതാണ്. ഓക്കെ, ഇവിടെ കെ പ്ലസ് പ്ലസ് കൊടുക്കുന്നതാണ്. അതെന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ കെ അസൈൻ 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കെ പ്ലസ് പ്ലസ് ഫസ്റ്റ് ഇവിടെ കെൻ്റെ വാല്യൂ 1 ആവും. ഇവിടെ കെ പ്ലസ്, അതായത് ഫസ്റ്റ് റോ ഇവിടത്തേക്ക് വരുന്നതാണ് ഇതിൻ്റെ ഈ ഒരു കോഡിൻ്റെ ഫസ്റ്റ് റോ. അപ്പോൾ I 1 ആയിരിക്കും. അപ്പോൾ J1 ഫസ്റ്റ് ഇവിടെ വരും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് ഇനി ഇതിലേക്ക് വരും. ഓക്കെ, ഇവൻ റോ അല്ലാതുകൊണ്ട് ഈ ഒരു എൽസിലേക്ക് വരും. ഇത് കെ പ്ലസ് പ്ലസ് ആവും. കെ പ്ലസ് പ്ലസ് ആയ 0 കെ 1 ആക്കും. എന്നിട്ട് അത് പ്രിൻ്റ് ആവും. പിന്നെയും ഇതേ ലൂപ്പ് ഇങ്ങനെ 2-3 വട്ടം പറക്കാം. ഓക്കെ, അങ്ങനെ 3 വരെ പ്രിൻ്റ് ആവും. ഇവിടെ ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ കെ പ്ലസ് പ്ലസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കെൻ്റെ വാല്യൂ ലാസ്റ്റ് 4 പോയി അവസാനിക്കുന്നത്. അങ്ങനെ ആകാതിരിക്കാൻ 3 തന്നെ അവസാനിക്കാനാണ് ഞാൻ കെ പ്ലസ് പ്ലസ് മേലെ കൊടുത്തത്. ഓക്കെ, ഇനി നമുക്കെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 3ൻ്റെ ഒപ്പം 3 കൂട്ടണം. അതുപോലെ ഈ ഒരു കെൻ്റെ വാല്യൂ 3 കൂട്ടിയിട്ട് ലാസ്റ്റ് വെക്കണം. ഓക്കെ, ഈ ഒരു ലൂപ്പ് വർക്കായി കഴിഞ്ഞിട്ട് കെൻ്റെ വാല്യൂ 3 കൂട്ടിയിട്ട് വെക്കണം. അത് എങ്ങനെ കോഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് ഞാൻ ഈ ന്യൂ ലൈനൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കെ പ്ലസ് ഈക്വൽ ടു n, അതായത് എന്നിൻ്റെ വാല്യൂവിനനുസരിച്ചിട്ടല്ലേ ഇവിടെ നമ്പർ ഓഫ് കൂടുന്നത്. അതുകൊണ്ടാണ് n കൊടുത്തത്. എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ 3 അല്ലല്ലോ, അപ്പോൾ 3 കൂടിക്കോളും. ഇനി ഈയിടെ നമുക്ക് പ്രിൻ്റഫിൻ്റെ അകത്ത് എന്ത് കൊടുക്കണമെന്ന് വെച്ചാൽ %d എന്ത് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കാം? കെ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്ത് കെ മൈനസ് മൈനസ് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ അടുത്ത് കോമ ഇട്ടിട്ടില്ല. ഇപ്പം നമുക്ക് വേണ്ട കോഡ് കറക്റ്റായിട്ട് കിട്ടിയില്ലേ? 1 2 3 4 5 6 7 8 9. ഇനി എന്നിൻ്റെ വാല്യൂ കൂട്ടിയാലും നിങ്ങൾക്ക് ഇവിടെ 4 ആക്കി കൊടുത്തു നോക്ക്. ഇവിടെ 4 വന്നിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 8 10 11 12 13 14 16. ഓക്കെ, ഇപ്പോൾ കോഡ് എങ്ങനെ വർക്കായെന്ന് മനസ്സിലായോ? ഞാൻ എന്തൊക്കെ മാറ്റം വരുത്തി, അതായത് നമുക്ക് ഈ ഒരു ഇവൻ റോസിലാണ് മാറ്റം വരുത്തേണ്ടതെന്ന് മനസ്സിലായി. ഓക്കെ, അതിന് വേണ്ടി ഞാൻ ഇവൻ റോനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് കണ്ടീഷൻ കൊടുത്തു. എന്നിട്ട് ഈ ഒരു കാര്യം കൂടി ഞാൻ കൊടുത്തു, അതായത് കെ പ്ലസ് പ്ലസ് ഇതിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിൻ്റെ പ്രിൻ്റഫിൻ്റെ ഉള്ളിൽ കൊടുക്കരുതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതായത് ഈയുടെ ഒരു 3 ആണുള്ളത്. ആ ബ്രാക്കറ്റിൽ ഞാൻ കെ പ്ലസ് പ്ലസ് കൊടുക്കുന്നതാണെങ്കിൽ 1 നിന്നായിരിക്കും സ്റ്റാർട്ടാക്കുന്നത്. 1 നിന്ന് സ്റ്റാർട്ടാക്കിയാൽ ഇവിടെ 3 വരെ പ്രിൻ്റായി. ആ പ്രിൻ്റായതിനു ശേഷം കെൻ്റെ വാല്യൂ ഒന്നും കൂടി ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കെ പ്ലസ് ഇൻക്രിമെൻറ്റ് ചെയ്താൽ കെൻ്റെ വാല്യൂ ലാസ്റ്റ് 4 ആകുന്നുണ്ട്. ആ 4ൻ്റെ ഒപ്പം n കൂട്ടിയാൽ നമുക്ക് ഒരിക്കലും 6 കിട്ടില്ല. ഓക്കെ, അതായത് 4ൻ്റെ ഒപ്പം 3 കൂട്ടിയാൽ 7 അല്ലേ. ഓക്കെ, 4ൻ്റെ ഒപ്പം 3 ആഡ് ചെയ്താൽ 7 ആയിപ്പോൾ. ആ ഒരു അവസരം പോക്കേണ്ടിയിട്ടാണ് കെ പ്ലസ് പ്ലസ് മുമ്പ് കൊടുത്ത് കെ അസൈൻ 0 ഞാൻ കൊടുത്തത്. അപ്പോൾ കെൻ്റെ വാല്യൂ ലാസ്റ്റ് 3 അവസാനിക്കും. അതിൻ്റെ അപ്പുറം 3 കൂട്ടി കൊടുക്കാനാണ് ഇവിടെ ഞാൻ n കൊടുത്തത്. എന്നിൻ്റെ വാല്യൂ കൂട്ടി കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്നിൽ ഇപ്പോൾ 4 ആണ്, 3 ആകുമ്പോൾ 3 കൂട്ടി കൊടുക്കും. ഓക്കെ, ആ ഒരു വിധത്തിൽ ഇവിടെ നടക്കും. ഈ ഒരു ലൂപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് കെ ഈ പ്ലസ് n കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് എന്താ നടക്കുന്നത് വെച്ചാൽ ഇവിടത്തേക്ക് വരുന്നത് ഇവൻ റോ ആകുമ്പോൾ ഞാൻ കണ്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ 6 നിന്ന് കുറഞ്ഞു. അതിന് വേണ്ടി കെ മൈനസ് മൈനസ് ആണ് കൊടുത്തത്. ഓക്കെ, ആ കെ മൈനസ് മൈനസ് നമുക്ക് ഉള്ളിൽ തന്നെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അതായത്
കെ മൈനസ് മൈനസ് ആകുമ്പോൾ ഇവിടെ ലാസ്റ്റ് മൈനസ് ചെയ്തിട്ട് എത്രയിലേക്ക് ഇത് പോയി നിൽക്കുന്നത്, പ്രിൻ്റ് ആകുന്നത് 4 ആണ്. അപ്പോൾ 3 ആണ് ഇവിടുന്ന് പോകുന്നത്. ആ 3ൻ്റെ അപ്പുറം ഇനി അടുത്തതായിട്ട് വരുന്ന എന്താ, 3ൻ്റെ അപ്പുറം n കൂട്ടുന്നു. ഓക്കെ, 3ൻ്റെ അപ്പുറം n കൂട്ടിയാൽ 6. അപ്പോൾ നമുക്ക് 6 അല്ലേ പ്രിൻ്റ് ആകുക എന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ എൽസ് കേസ് അത് വർക്ക് ആകുമ്പോൾ കെ പ്ലസ് പ്ലസ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ കെൻ്റെ വാല്യൂ ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 7 ആവും. ഓട്ടോമാറ്റിക് ഇടുന്ന കൺവേർട്ട് ആവും, 7 ആവും. പിന്നെ കെ പ്രിൻ്റ് ആവും. ഓക്കെ, 7 ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഈ ഒരു വിധത്തിലാണ് ഈ ഒരു കോഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇത് ഒരു സ്നേക്ക് പാറ്റേൺ. ആ ഒരു പാറ്റേൺ സോൾവ് ചെയ്യേണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു നോളജ് വേണം. ഈ ഒരു പാറ്റേൺ ഇതുപോലെ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഇത് സ്റ്റാർ ആക്കിയിട്ട് പ്രിൻ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്തിട്ട് മതി. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഞാൻ പെട്ടെന്ന് അതൊന്ന് ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇനി ഇവിടെ മാറ്റം വരുത്തേണ്ട ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് വേണ്ട സ്റ്റാർ ആയിട്ട് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ 1 2 3 4 5 6 7 8 9 10 ഇതുപോലെ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ കൊടുത്ത അതേ പരിപാടി കെ സൈൻ 1 തൊട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ പെർസെൻറ്റേജ് ടി അങ്ങ് കൊടുക്കുക, എന്നിട്ട് കെ കൊടുക്കുക, കെ പ്ലസ് പ്ലസ് അങ്ങ് കൊടുക്കുക. ഇപ്പോൾ ആ ഒരു കൂടി നമുക്കിവിടെ സെറ്റ് ആയിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കിയാൽ ഏത് കുറവാണ് വ്യത്യാസം വരുന്നത്. ഈ ഒരു റോന് വ്യത്യാസം വരുന്നുണ്ട്, പിന്നെ ഇതാ ഈ ഒരു റോനും വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഈവൻ റോസിനാണ് ഇവിടെയും പ്രശ്നക്കാരനായിട്ടുള്ളത്. ആ ഒരു പ്രശ്നക്കാരനാണ് ഇവിടെ മാറ്റി ഈഫ് കണ്ടീഷൻ്റെ അകത്ത് കൊടുക്കുന്നത്. അതായത് ഐ മോഡ് 2 ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയോ കൊടുക്കണം. അത് എന്താണിപ്പോൾ എനിക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എൽസ് കേസിൽ എന്ത് വേണമെന്നാണ് ഞാൻ ആദ്യം ചിന്തിക്കാൻ പോകുന്നത്. ഓക്കെ, എൽസ് കേസിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഓഡ് റൂസ് ആകുമ്പോൾ എൽസ് വർക്കാവും, കെ പ്ലസ് പ്ലസ് ആവും. ഇവിടെ നമുക്ക് ചില്ലറ മാറ്റങ്ങളൊക്കെ ഉണ്ട് കോഡിൽ. അതേ കോഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പാറ്റേൺ സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്തൊക്കെയോ മാറ്റം വരുത്തുന്നത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി വയ്ക്കോ. ഞാനിവിടെ പുതിയതായിട്ടൊരു വേരിയബിൾ അസൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, കെനെ ഞാൻ 1ലേക്ക് അസൈൻ ചെയ്യുന്നില്ല. ഒരു ST എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നിയൊരു വാല്യൂ അസൈൻ 1ലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് എന്താ ചെയ്യുന്നത് വെച്ചാൽ കെ ഈക്വൽ ടു ST എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിൽ STൻ്റെ വാല്യൂ എടുത്തിട്ട് കെയിലേക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞ് പോകുമ്പം STൻ്റെ വാല്യൂ പ്ലസ് ഐ, ഓക്കെ, ഐൻ്റെ വാല്യൂ STൻ്റെ വാല്യൂവും തമ്മിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ വരുത്തുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓഡ് റോസിലല്ലേ ഈവൻ റോസിലല്ലേ വ്യത്യാസം വരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഈവൻ റോസിന് ഞാൻ ഇവിടെ പ്രിൻ്റ് എഫിൻ്റെ അകത്ത് ഞാനൊന്ന് കൊടുക്കുന്നതെന്ന് ഒന്ന് നോക്കി നോക്കാം. അതായത് കൊടുക്കേണ്ട കാര്യം ആദ്യം നമുക്ക് ഇത് നോക്കാം. അതായത് ഓഡ് റോസിന് കൊടുക്കേണ്ട പരിപാടി എന്താണ് കൊടുക്കുക. ഓക്കെ, അതായത് ഓഡ് റോസൊക്കെ ഇൻക്രിമെൻ്റ് ആണ് ചെയ്തു പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു കോഡ് ഞാൻ എടുത്തിട്ട് ഇവിടത്തേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത പി ഞാൻ കട്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഈക്വൽ ടു 1 എന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓഡ് റോസിന് വേണ്ട കോഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ട് ചെയ്താൽ ഇവിടെ ഇവിടെ ഇത് 1ഉം വന്നിട്ടുണ്ട്, 4 5 6ഉം വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ, 4 5 6 1 4 5 6 അത് കറക്റ്റായിട്ട് പ്രിൻ്റ് ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ഒരു എൽസ് കേസിലാണ് പണിയെടുക്കേണ്ടത്. വർക്ക് ഫുള്ള് എൽസിലാണുള്ള. ഓക്കെ, അതായത് ഈ ഒരു പരിപാടി ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പം നമുക്ക് എസ്റ്റിൻ്റെ ഈ ഒരു വാല്യൂ ഒക്കെ കറക്റ്റായിട്ട് പ്രിൻ്റ് ആയിട്ടുള്ള. ഓക്കെ, അത് എന്ന വർക്കിംഗ് എന്ന് വെച്ചാൽ അതിൻ്റെ വർക്കിംഗ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് ഇവിടുത്തെ കെൻ്റെ വാല്യൂ, അതായത് എസ് ടിൻ്റെ വാല്യൂ 1 ആയിരുന്നു. ആ 1 എടുത്ത് കെയിലേക്ക് വെക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ കെ ഇവിടുന്ന് പ്ലസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പ്ലസ് ചെയ്യുന്നുണ്ട്. 1 ഉള്ളത് 2 ആകുന്നുണ്ട്. പക്ഷെ അതിനെ കൊണ്ട് അധികം യൂസ് ഇല്ല. അതായത് ഈ ഒരു റോയിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. കെൻ്റെ വാല്യൂ പിന്നെ നമ്മൾ ഇവിടെ കാണുന്ന എസ് ടിൻ്റെ വാല്യൂ ഐ കൂട്ടുന്നു. അതായത് എസ് ടിയിൽ ആദ്യമുള്ള വാല്യൂ എന്തായിരുന്നു? 1. അതിൻ്റെ ഒപ്പം ഐയിൽ ഇപ്പോൾ ഉള്ള 1, അത് രണ്ടും കൂട്ടിയാൽ 2 എടുത്തിട്ട് എസ് ടിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് പോകുന്ന ടൈമിന് എസ് ടിയിലുള്ള വാല്യൂ 2 ആണ്. അപ്പോൾ കെൻ്റെ വാല്യൂ 2 ആവും. ഓക്കെ, കെയിലേക്ക് 2 സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഇവിടെ വരും 2 പ്രിൻ്റ് ആവും. ഓക്കെ, അടുത്ത ഇതല്ലേ വരുന്നത്, അടുത്ത റോ എന്ന് വെച്ചാൽ ആണ് വരുന്നത്. അതായത് കെൻ്റെ വാല്യൂ ഇപ്പോൾ ഉള്ളത് 2 ആണ്. അതായത് എസ് ടിൻ്റെ വാല്യൂ 2ലേക്കാണ് അടുത്തതിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് പ്രിൻ്റ് ആവേണ്ടത് എന്നാണെന്ന് ആദ്യം ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന. ഈ ഒരു കേസിലാണ് എനിക്ക് പ്രിൻ്റ് ആവേണ്ടത് 2 ആണ്. ഓക്കെ, പ്രിൻ്റ് ചെയ്യേണ്ടത് 2 ആണ്. എൻ്റെ കയ്യിൽ കെയും ഉണ്ട്, ഐയും ഉണ്ട്, ജെയും ഉണ്ട്. ഇത് മൂന്നും വെച്ചിട്ടാണ് നമുക്കിത് സോൾവ് ചെയ്യേണ്ടത്. ഒന്ന് മാത്രം ഉപയോഗിച്ചിട്ട് ഈ ഒരു കേസിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ചിന്തിച്ചാണ്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ കിട്ടും. ഇത് മൂന്നും വെച്ചിട്ടാണ് സോൾവ് ചെയ്യേണ്ടത്. ഇതിൻ്റെ മൂന്നിൻ്റെയും വാല്യൂസ് എന്തൊക്കെയാണ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് തരാം. ഓക്കെ, അതിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ് ടൈപ്പ് ചെയ്ത് തരാം. ഈ ഇവിടെ നമുക്ക് ഈക്വൽ ടുൻ്റെ അപ്പുറത്താണ് പണിയെടുക്കാനുള്ള. ഓക്കെ, കെൻ്റെ വാല്യൂ ആയിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞ പറ്റില്ല, എസ് ടിൻ്റെ വാല്യൂ 2 ആയിരുന്നു, അടുത്ത് കെയിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കെയിൽ ഇപ്പോൾ ഉള്ളത് 2 ആണ്. ഓക്കെ, ഇനി ഐയിൽ ഇപ്പോൾ ഇൻക്രിമെൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഐയിലുള്ളത് 2 ആണ്. അത് ഓക്കെ അല്ലേ? ജെയിൽ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒറ്റത്തവണയാണ് കയറിയത്. അപ്പോൾ ജെൻ്റെ വാല്യൂ 1 ആണ്. അതായത് നമുക്ക് ഇവിടെ പ്രിൻ്റ് ആവേണ്ടത് 2 ആണ്, അല്ല 3 ആണ്. ഈ സ്നേക്ക് പാറ്റേൺ കിട്ടാൻ എഴുതാനോട് മാറിപ്പോയിട്ടുണ്ട്, 3 ആണ്. ഓക്കെ, 3 കിട്ടണം. ഇത് 3 ഉപയോഗിച്ചിട്ട് 3 നമ്മൾ പ്രിൻ്റ് ആക്കണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കണം ചെയ്യേണ്ടത്? അതായത് ഏതൊക്കെ തമ്മിൽ ആഡ് ചെയ്യണം, ഏതൊക്കെ തമ്മിൽ മൈനസ് ചെയ്യണം എന്നാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഈ ഒരു സാധനം തന്നെ സോൾവ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി നമുക്ക്. ഓക്കെ, ഇവിടെ എനിക്ക് തോന്നുന്ന ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇത് മൈനസ് ചെയ്താൽ 3 കിട്ടുന്നുണ്ട്. കറക്റ്റ് അല്ലേ? 2 + 2 4, 4 - 1. അപ്പോൾ എത്ര ആൻസർ? 4 - 1 3. അപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. ഓക്കെ, എനിക്ക് ഈ ഒരു ഇക്വേഷനാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ഇക്വേഷൻ എല്ലാത്തിലും വർക്കിംഗ് ആണോ നോക്കണം. അതായത് അടുത്ത റോവും കൂടി ഈ ഒരു ഇതും കൂടി, അതായത് അടുത്ത ഇതും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. അടുത്ത 2 ആണ് നമുക്ക് വേണ്ട. ഓക്കെ, 2. അപ്പോൾ കെൻ്റെ വാല്യൂ 2 തന്നെ, 2 തന്നെ. ഇവിടെ കെ പ്ലസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം ചെയ്യുന്നില്ല. ഓക്കെ, ഈ ഒരു കേസിൽ എൽസ് കേസിൽ കെ പ്ലസ് ചെയ്യുന്നില്ല. ഇവിടെ ഇഫ് റോ മാറിയെങ്കിൽ മാത്രമേ വർക്കാവും. ഓക്കെ, ഇവിടെ നമുക്ക് വേണ്ട 2. ഇവിടെ കെൻ്റെ വാല്യൂ 2, ഐയുടെ വാല്യൂ 2. ഇവിടെ ഇത് നോക്ക്, ജെൻ്റെ വാല്യൂ ഒരു തവണ ഈ ലൂപ്പ് വർക്കായിട്ട് അടുത്ത തവണ വരുമ്പോൾ ഇവിടെ ജെൻ്റെ വാല്യൂ മാറുന്നുണ്ട്. ജെൻ്റെ വാല്യൂ 2 ആകുന്നുണ്ട്. ഓക്കെ, ഇൻക്രിമെൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് തിരിച്ച് വരുന്നത് ഇവിടത്തേക്ക് ഇത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ സോൾവ് ചെയ്താൽ എത്ര ആൻസർ? 2 + 2 4. അതിനകത്ത് 2 മൈനസ് ചെയ്താൽ 2 തന്നെ. അപ്പോൾ നമുക്ക് വേണ്ട ഈ ഒരു കാര്യം സോൾവ് ആയിട്ടുണ്ട്. അതായത് ഈ ഒരു റോ നമുക്ക് സോൾവ് ആയിട്ടുണ്ട്. ഇനി ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അത് ചെക്ക് ചെയ്യേണ്ടെങ്കിൽ ഈ ഒരു റോ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുമ്പോൾ എസ് ടിൻ്റെ വാല്യൂ വീണ്ടും ഐ കൂട്ടുന്നുണ്ട്. അതായത് എസ് ടിയിലുള്ള ഓൾറെഡി ഇപ്പോൾ സ്റ്റോർ ആയിട്ടുള്ള 2ഉം അതിൻ്റെ അപ്പുറം ഇപ്പോൾ ഐയിലുള്ള 2ഉം. ഇപ്പോൾ 2 + 2 4. ഇപ്പോൾ എസ് ടിയിലുള്ള വാല്യൂ 4 ആണ്. ഓക്കെ, 4 എടുത്ത് കെയിലേക്ക് വെക്കുന്നു.
ഇപ്പോൾ റോ ഓടായ കാരണം K++ ആണ് നടക്കുന്നത്. ഓക്കെ, K കൂടിയുകൊണ്ട് STക്ക് ഒരു മാറ്റമില്ല. ഈ ഒരു ലൂപ്പ് വർക്കായിട്ട് ഈ ലൂപ്പ് വർക്കായി കഴിയുമ്പോൾ ഈ ഒരു സാധനം നമുക്കിപ്പോൾ പ്രിൻ്റ് ആയി കിട്ടും. എന്നിട്ടിപ്പോൾ STയിൽ ലാസ്റ്റ് സ്റ്റോർ ആയിട്ടുള്ള 4 ആണ് അല്ലേ. ആ 4ൻ്റെ ഒപ്പരം ഇനി അടുത്തതായിട്ട് കൂടാൻ പോകുന്ന 3 ആണ്. അപ്പോൾ 4 + 3 എത്രയാ? 7 ആണ് ഇപ്പോൾ STയിലുള്ള വാല്യൂ. ഓക്കെ, അപ്പോൾ Kൻ്റെ വാല്യൂ ഇപ്പോൾ 7 ആയിട്ടുണ്ട്. Kൻ്റെ വാല്യൂ 7. ഐയുടെ വാല്യൂ ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് റോ 4ാമത്തെ റോ ആണ്. അപ്പോൾ ഇവിടെ 4 ആണ് ഈ ഐയുടെ വാല്യൂ. ഇപ്പോൾ ഫസ്റ്റ് തവണ, അതായത് ഇതാണ് നമ്മളിപ്പം ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് ചെക്ക് ചെയ്യുമ്പോൾ J, അതായത് കോളം 1 ആണ്. ഇവിടെ നമുക്ക് കിട്ടേണ്ട ആൻസർ 10 ആണ്. ഇത് രണ്ടും കൂട്ടിയാൽ 7 + 4 11, 11 - 1 10. ഓക്കെ, നമുക്ക് വേണ്ട കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ -2 ആകുമ്പോൾ നമുക്ക് വേണ്ടത് 9, അതായത് അതിൻ്റെ ഒപ്പം ഒന്നും കൂടി മൈനസ് ചെയ്താൽ 9. അതുപോലെ തന്നെ ഇനി -3 ആവും, അപ്പോൾ 8 വരും, -7 ആവും. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ വർക്കാണ്. ഇവിടെ J ആണ് തീരുമാനിക്കുന്നത് എത്ര കുറയണമെന്ന്. ഓക്കെ, ഈ ഐയും ജെയും ജസ്റ്റ് ആഡ് ചെയ്യുക. ഐയും കെയും ജസ്റ്റ് K കോൺസ്റ്റൻ്റ് ആണ്, ജെയും ഐയും കോൺസ്റ്റൻ്റ് ആണ് ഈ ഒരു ലൂപ്പ് വർക്ക് ആകുമ്പോൾ. ഇവിടെ J മാത്രമേ നമുക്ക് ഇത് കാണിച്ചു തരണം, അതായത് ഡിക്രിമെൻ്റ് നമുക്ക് ഇവിടെ വേണ്ട. ആ ഒരു കാര്യം വെച്ച് നമുക്ക് ഓർത്ത് വെക്കാം. K ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, ഐയും ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ Jക്ക് മാത്രമേ നമുക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അതായത് കുറഞ്ഞു പോകുന്ന വിധത്തിൽ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ J മൈനസ് ആണ് കൊടുക്കേണ്ടതെന്ന് നമുക്കൊന്ന് ഓർത്ത് വെക്കാൻ പറ്റും. ഇനി ഇത് കറക്റ്റാണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനൊന്ന് പ്രിൻ്റ് ചെയ്ത് തന്നെ കാണിച്ചു തരാം. ഇവിടെ ഞാൻ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് 1 1 2 3 4 5 6 7 8 9. നമുക്ക് വേണ്ട സ്നേക്ക് പാറ്റേൺ അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ നമ്പർ ഓഫ് റോസ് മാറ്റി 5 കൊടുത്താലും 1 2 3 4 5 6 7 8 9 10 11 12 15 കറക്റ്റായിട്ട് വർക്കാകുന്നുണ്ട്. ഓക്കെ, ഇവിടെ നടത്തുന്ന ഒരേ ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ ഐയുടെ STൻ്റെ വാല്യൂ Kയിലേക്ക് അസൈൻ ചെയ്യുന്നുണ്ട്. ബാക്കി ഇവിടെ ഓഡ് റോസ് ആകുമ്പോൾ ഇങ്ങനെ ഇൻക്രിമെൻ്റ് ആയിട്ട് പോവുക മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഓടാന്ന് ചെക്ക് ചെയ്ത് K++ ചെയ്ത്. ഓക്കെ, എൽസ് കേസിൻ്റെ അകത്ത് കൊടുത്ത കാര്യം ഈ ഒരു കാര്യം ഞാൻ കൊടുത്തത്, അതായത് Kയും കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെ ഐയും കോൺസ്റ്റൻ്റ് ആണ്. Jക്ക് മാത്രമേ ഒരു ഡിക്രിമെൻ്റ് ഓപ്ഷനായിട്ട് കാണിക്കാനോ, അതായത് കൂടി പോകുന്നുള്ളൂ. Jൻ്റെ വാല്യൂ മാത്രമേ ഇവിടെ ഇൻക്രിമെൻ്റ് ആകുന്നുള്ളൂ. Kയും ഐയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാൻ Jനെ മൈനസ് കൊടുത്തപ്പോൾ എനിക്കൊരു ഡിക്രിമെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ കിട്ടി. അതിന് വേണ്ടി ഞാൻ കൊടുത്തൊരു ഇക്വേഷനാണ് ഇത്. ഓക്കെ, പിന്നെ ഇവിടെ STൻ്റെ വാല്യൂ ഐ ടൈംസ് കൂട്ടണം, അതായത് ഐയുടെ വാല്യൂ എന്താണോ അതും STയും ആഡ് ചെയ്തിട്ട് STയിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യണം. ആ ഒരു കോഡാണ് ഇവിടെ കൊടുത്തത്. ഈ ഒരു കോഡിനെ മാറ്റിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിധം ഞാൻ ആദ്യം എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. ST = ST + I. ഈ ഒരു വിധത്തിലും ഈ കോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് രണ്ടും സെയിം ആണ്. ഇത്രക്കും കാര്യം ഈ വീഡിയോയിൽ എനിക്ക് പറയാം. സ്നേക്ക് പാറ്റേൺ ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രക്കൊക്കെ ഉള്ളൂ. അപ്പോൾ സ്നേക്ക് പാറ്റേൺ ഇവിടെ തീരുന്നു. അപ്പോൾ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.